അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്, ഒരു നാടൻ മധുരമാണ്. എളുപ്പത്തിൽ ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും. ഇത് മിക്സ്ഡ് എള്ളുണ്ട. സാധാരണ എള്ളുണ്ടയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതൊരു മിക്സ്ഡ് എള്ളുണ്ടയാണ്. കാര്യം എള്ളിൻ്റെ കൂടെ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേരും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്ത എള്ള് 1 കപ്പ്, വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞത് 1 കപ്പ്, തേങ്ങ ചെരുകിയത് 1 കപ്പ്, ശർക്കര ചീകിയത് 1/2 കപ്പ്. നമുക്കിനി മിക്സ്ഡ് എള്ളുണ്ട തയ്യാറാക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കറുത്ത എള്ളിലും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമുക്ക് വെളുത്ത എള്ളിൽ ചെയ്യാം തൽക്കാലം. കൂടുതൽ പോഷകപ്രദം എന്ന് പറഞ്ഞാൽ കറുത്ത എള്ളാണ്. എങ്കിലും ഈ വെളുത്ത എള്ളിൽ 1 കപ്പ് വെളുത്ത എള്ളും, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞത്. പക്ഷെ വേണമെങ്കിൽ അതിൻ്റെ പകുതിയാക്കാം, 1/2 കപ്പ് ചേർത്താലും മതി കപ്പലണ്ടി. അത് നമ്മൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർക്കാം. 1/2 കപ്പ് കപ്പലണ്ടി 1/2 കപ്പ് അണ്ടിപ്പരിപ്പായാലും നല്ല കോമ്പിനേഷനാണ്. അതല്ല ആൽമണ്ട്സ് വേണമെങ്കിൽ അങ്ങനെയാകാം. ഞാനിപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് കപ്പലണ്ടിയിലേക്ക് പോയത്. പിന്നെ നല്ല കോമ്പിനേഷനാണ്, കപ്പലണ്ടിയും എള്ളും തമ്മിൽ നന്നായിട്ട് ചേർന്ന് പോകും. പിന്നെ മധുരത്തിന് 1/2 കപ്പ് ശർക്കര. ഇത് വെള്ള ശർക്കര, അത് കാരണം വലിയ കളറില്ല. ഡാർക്ക് ശർക്കരയാണെങ്കിൽ, ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് കിട്ടും. അത് 1/2 കപ്പ് എടുത്തു. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. തേങ്ങ 1 കപ്പ് ചെരുകിയത്. ഇനി ഇതെല്ലാം പൊടിക്കണം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് മിക്സിയിൽ ആദ്യം നമ്മൾ എള്ള പൊടിച്ച ഒരു സൈഡിൽ വയ്ക്കുന്നു, പിന്നെ കപ്പലണ്ടി പൊടിച്ചെടുക്കുന്നു, പിന്നെ ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് 2-3 പ്രാവശ്യമായിട്ട് മിക്സി ഒന്ന് ചെറിയ ബൗളിലിട്ട് ചെയ്യുകയാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് കുഴഞ്ഞൊരു പാകത്തിന് കിട്ടും. എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കും. അപ്പോൾ ഞാനിത് പൊടിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഉരുട്ടാം. ഇപ്പം നോക്കൂ, ഇത് എള്ള് പൊടിച്ചത്, തരിതരിപ്പായി പൊടിച്ചത്, ഫൈനായിട്ട് പൊടിഞ്ഞ് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് പൊടിക്കാൻ ബാക്കിയുണ്ട്. ഇനി ഇത് നമ്മുടെ കപ്പലണ്ടി പൊടിച്ചത്. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകം ഞാൻ പൊടിച്ചു. ഇനി ചെയ്യേണ്ട കാര്യം ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കാൻ പോവാണ്. രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എള്ള് പൊടിച്ചത്, കപ്പലണ്ടി പൊടിച്ചത്, നോക്കൂ, ഒരുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര, ചീകിയ ശർക്കര, നല്ല പ്യുവർ വൈറ്റ് ശർക്കരയാണ്, ഇതിലൊരു അഴുക്കുമില്ല, ലൈറ്റായിട്ട് ഇടാം. അതും എല്ലാ ഭാഗത്തേക്കും പൊയ്ക്കോട്ടെ ഒരുപോലെ. അതിനോടൊപ്പം തേങ്ങ ചെരുകിയ ഒരു എല്ലാം കൂടി യോജിപ്പിച്ചു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനി ഒന്നുകൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിക്കണം. അപ്പോൾ ഇത് കുഴഞ്ഞ് വരും. അതായത് ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ ഈർപ്പം പ്ലസ് ആ കപ്പലണ്ടിയിൽ നിന്നിറങ്ങുന്ന എണ്ണ. എള്ളിലും കുറച്ച് എണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണയുടെ സോഴ്സ് എന്താണ്? എള്ളെണ്ണ എന്നാണ് പറയുന്നത് നല്ലെണ്ണയ്ക്ക്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതെല്ലാം കൂടി വീണ്ടും കുറേശ്ശെ ഒരു 4 പ്രാവശ്യമായിട്ട് 4-5 പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പാകത്തിന് വരും. അത് കഴിഞ്ഞാൽ വീണ്ടും എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഉരുട്ടി തുടങ്ങാം. ഇപ്പോൾ ഉരുട്ടാൻ പറ്റില്ല. ഓക്കെ, ഞാൻ തിരിച്ചു വരും. ഇതെല്ലാം കൂടി ഒന്നുകൂടി അരച്ചെടുത്തിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ട്, അതായത് എള്ള് പൊടിച്ചത്, കപ്പലണ്ടി പൊടിച്ചത്, അതിൻ്റെ കൂടെ തേങ്ങയും ശർക്കരയും കൂടി ചേർത്ത് യോജിപ്പിച്ചിട്ട് മിക്സിയിൽ ഒരു 4 പ്രാവശ്യമായിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇങ്ങനെ കുഴഞ്ഞ പാകത്തിനാക്കി എടുത്തു. കണ്ടല്ലോ, അപ്പോൾ ഇത് കുഴഞ്ഞ് റെഡിയായി വന്നു. ഇനി ഇതിൽ നിന്നും ഉരുട്ടാൻ ഒരുപാടുമില്ല, ഇങ്ങനെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാജിക് ഓവനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു വിശേഷമുണ്ട്. നമ്മളുടെ ടൈം മാറുകയാണ്. മാജിക് ഓവൻ്റെ അടുത്ത ആഴ്ച മുതൽ എല്ലാ ഞായറാഴ്ച ദിവസവും 11:30 മണിക്ക് മാജിക് ഓവൻ. 11:30 to 12, 11:30 മുതൽ 12 മണി വരെ. ഇപ്പോൾ നമ്മൾ 12 മണിക്കല്ലേ കാണുന്നത്, 12 മുതൽ 12:30. അപ്പോൾ അരമണിക്കൂർ പിന്നിലേക്ക് പോകുന്നു. 11:30 to 12. അപ്പോൾ 11:30 ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത ആഴ്ച മുതൽ മാജിക് ഓവൻ്റെ സമയം 11:30 സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ ആദ്യത്തെ മിക്സ്ഡ് എള്ളുണ്ട റെഡി. എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്, ഒരുപാടുമില്ല. നല്ല സ്വാദാണ്. എള്ളിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് ഇത്, എള്ളിൻ്റെ സ്വാദ് ഇങ്ങനെ കയറി നിൽക്കും. ഭയങ്കര നല്ലതല്ലേ ആരോഗ്യത്തിന് എള്ള്. ഇതിൽ ആരോഗ്യത്തിന് മോശമായിട്ടൊന്നുമില്ല. എള്ളും കപ്പലണ്ടി രണ്ടും നല്ലതാണ്. ഈ രീതിയിൽ ഉരുളകൾ ഉരുട്ടിയെടുക്കാം.
അപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് ഉരുട്ടട്ടെ. കംപ്ലീറ്റ് ഉരുളകളും ഉരുട്ടിയിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കാണാം. എത്ര ബോൾസ് കിട്ടിയെന്ന് നോക്കാം, എത്ര എള്ളുണ്ട നമുക്ക് കിട്ടി. ഇത് സൈസ് നമ്മളുടെ ഇഷ്ടത്തിനാണ്. ഞാനിപ്പോൾ ഈ ഒരു സൈസിന് ചെറിയ ഒരു നാരങ്ങ സൈസിനാണ് ഉരുട്ടുന്നത്. സാധാരണ എള്ളുണ്ട ചെറുതല്ലേ, അത് എള്ളുണ്ട. ഇത് മിക്സ്ഡ് എള്ളുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലുതായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി ഇതിനെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ സൈസ് കുറച്ച് ചെറുതാക്കിയാൽ മതി, പ്രശ്നം തീർന്നു. അതായത് ഇതേ കാര്യം നോക്കൂ. ഈ സൈസിലും ആകാം. ഈ സൈസിലാണെങ്കിൽ ഒരുപാട് എണ്ണത്തിൽ കൂടുതൽ കിട്ടും. പക്ഷേ ഈ സൈസിലാണെങ്കിൽ അത്ര എണ്ണം കിട്ടില്ല, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നു എത്ര സൈസ് വേണം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, ഇഷ്ടമുള്ള സൈസിൽ, വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കും. അപ്പോൾ എന്തായാലും ഞാനിത് മുഴുവൻ ഉരുട്ടിയിട്ട് തിരിച്ചു വരും. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, മാജിക് അവൻ്റെ സമയം മാറിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ 11:30, ഉച്ചയ്ക്ക് 11:30ക്കാണ് തുടങ്ങുന്നത്. 11:30 to 12. അപ്പോൾ മറക്കാതെ കാണണം. അപ്പോൾ നമ്മളുടെ മിക്സ്ഡ് എള്ളുണ്ട എല്ലാം തന്നെ ഉരുട്ടിക്കഴിഞ്ഞു. 15 എള്ളുണ്ട വലിയ സൈസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ ചെറുതാക്കുകയാണെങ്കിൽ നമുക്കൊരു 30 എണ്ണം വരെ ഉണ്ടാക്കാം. 30ഓ 35ഓ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അടുക്കി വയ്ക്കാൻ പോകുന്നു. അങ്ങനെ നല്ല സുന്ദരികളായ മിക്സ്ഡ് എള്ളുണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, ആരോഗ്യത്തിന് വളരെ നല്ലത്, നല്ല രുചികരമാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച ടെറിയാക്കി ചിക്കനാണ്. രണ്ടാമത് കാണിച്ചത് നമ്മളുടെ നാടൻ ഒരു എള്ളുണ്ട, പക്ഷെ മിക്സ്ഡ് എള്ളുണ്ട. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങളും പരീക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ സമയമാകുന്നു. അതിനു മുന്നേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അടുത്ത ആഴ്ച മുതൽ മാജിക് അവൻ്റെ സമയം മാറുകയാണ്. 12 മണി എന്നുള്ളത് 11:30 മണിക്കാണ്, ഉച്ചയ്ക്ക് 11:30. 11:30 മുതൽ 12 വരെ. അപ്പം മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.